ദേശാഭിമാനി മുഖപ്രസംഗം 2025 ഫെബ്രുവരി 22. നടപ്പില്ല UGC ഭേദഗതി. അധികാരങ്ങൾ കവർന്ന് പരമാധികാര സർവാധികാര വാഴ്ച എന്നത് BJPയുടെയും സംഘപരിവാറിൻ്റെയും പരസ്യ അജണ്ടയാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൗലിക തത്വങ്ങളെയും അട്ടിമറിച്ച് സർവ്വമണ്ഡലങ്ങളിലും അമിതാധികാര പ്രയോഗമാണ് മോദി സർക്കാർ തുടരുന്നത്. ജനുവരിയിൽ പുറപ്പെടുവിച്ച UGC കരട് മാർഗരേഖയും സമാന ലക്ഷ്യം വച്ചുള്ളതാണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം സ്വന്തമാക്കി വിദ്യാഭ്യാസ മേഖലയെ ആകെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമുള്ള അജണ്ടയാണ് ഈ മാർഗരേഖയുടെ കാതൽ. 5 വർഷം മുമ്പ് കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയമാണിതിൻ്റെ അടിസ്ഥാനം. കോർപ്പറേറ്റ് വൽക്കരണവും കാവ്യവൽക്കരണവും വിഭാവനം ചെയ്യുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിഫലിക്കുന്നത് വിദ്യയുടെ പ്രകാശമല്ല, അജ്ഞതയുടെ ഇരുട്ടാണ്. വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലൂടെ ധ്രുവീകരണ വർഗീയ വിഭജനത്തിനുള്ളവ പഠിപ്പിക്കുകയും അതുവഴി പുതുതലമുറയെ കർസേവകരാക്കുകയുമെന്ന തന്ത്രമാണ് ഇതിന് പിന്നിൽ. വിദ്യാഭ്യാസ പുരോഗതിയും സാംസ്കാരിക വികാസവും സ്വപ്നം കാണുന്ന ജനസമൂഹത്തിന് ഇത് അംഗീകരിക്കാനാകില്ല. രാജ്യത്തിൻ്റെ ഭാവിയെ പ്രതീക്ഷയോടെ കാണുന്ന പുരോഗമന ജനാധിപത്യ ശക്തികൾ ഈ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. UGCയുടെ കരട് ചട്ടം സംബന്ധിച്ച് LDF സർക്കാരിൻ്റെ മുൻകൈയിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദേശീയ കൺവെൻഷനിലെ ചർച്ചകളും തീരുമാനവും ഇത്തരുണത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ആകെ ആവേശഭരിതമാക്കുന്നതാണ്. സർവകലാശാലകളെയും ഉന്നത വിദ്യാകേന്ദ്രങ്ങളെയും സംഘപരിവാറിൻ്റെ കാര്യാലയങ്ങളാക്കാനുള്ള നീക്കം നടപ്പില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൺവെൻഷൻ. ഗവർണർമാരെ മറയാക്കി വാഴ്സിറ്റികൾ പിടിക്കാനുള്ള കുറുക്കുവഴി സംസ്ഥാനങ്ങളെ നോക്കുകുത്തിയാക്കി വിദ്യാഭ്യാസ രംഗം കയ്യേറാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് കൺവെൻഷൻ വ്യക്തമാക്കി. മതനിരപേക്ഷതയടക്കം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയാദർശങ്ങളെയെല്ലാം കലാശാലകളിൽ നിന്ന് പുറന്തള്ളാൻ UGCയെ ആയുധമാക്കുകയാണ്. സംസ്ഥാന സർക്കാരുകളോട് കൂടിയാലോചിക്കാതെയും ജനാധിപത്യ വിരുദ്ധവുമായ കരട് ചട്ട ഭേദഗതി പിൻവലിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരുകളെ സർവകലാശാല ഭരണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കാനുള്ളതും കേന്ദ്ര സർക്കാരിൻ്റെ മതാധിഷ്ഠിത നയത്തിൽ അടിയുറച്ച് തയ്യാറാക്കിയതുമാണ് UGC കരട് ചട്ട ഭേദഗതി. 1956 UGC നിയമം പാർലമെൻറ്റ് പാസാക്കിയത് വലിയ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്തായിരുന്നു. സർവകലാശാലകളിലെയും കോളേജുകളിലെയും അക്കാദമിക ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അതിനാവശ്യമായ ഫണ്ട് നൽകുക, ഈ അടിസ്ഥാന തത്വമാണതിൻ്റെ സത്ത. ആ നയം പാടെ കാറ്റിൽ പറത്തുന്നതാണ് പുതിയ ഭേദഗതി നിർദ്ദേശങ്ങൾ. നവങ്ങളായ ആശയങ്ങളും ചിന്താധാരകളും വികസിതമാകേണ്ട ബൗദ്ധിക കേന്ദ്രമാകണം സർവകലാശാലകൾ. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു വാഴ്സിറ്റി അടക്കമുള്ള ക്യാമ്പസുകൾ പ്രവർത്തിച്ചതും ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ലോകത്തിൻ്റെ ആകെ ശ്രദ്ധാകേന്ദ്രമായ JNUവും അലിഗഡും ജാമിയ മിലിയയുമെല്ലാം പ്രശോഭിച്ചത് വിദ്യാഭ്യാസത്തിൻ്റെ മഹനീയ ദർശനങ്ങളെ പ്രകാശിപ്പിച്ചത് വഴിയാണ്. എന്നാൽ JNUവിനെ അടക്കം RSS ശാഖകളാക്കി തരംതാഴ്ത്തുന്ന വിധമുള്ള ഇടപെടൽ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായി. അതിൻ്റെ തുടർച്ചയാണ് UGC വഴിയുള്ള കൈകടത്തൽ. ഗവർണർമാർ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയോഗിക്കുകയും ഇവരിലൂടെ സംസ്ഥാനങ്ങളിലെ സർവകലാശാല കോളേജ് അധ്യാപക നിയമനങ്ങളിൽ വൻതോതിൽ ഇടപെടാനും അധികാരമേകുന്ന നിർദ്ദേശങ്ങളാണ് കരട് രേഖയിലുള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങളിൽ വെള്ളം ചേർത്ത് സ്വജനപക്ഷപാതം, അഴിമതി തുടങ്ങി അനഭിലഷണീയ പ്രവണതകൾക്ക് കളമൊരുക്കുന്നതുമാണ്. വൈസ് ചാൻസലറെ തീരുമാനിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ 3-ൽ 2 പേരെയും സംസ്ഥാനത്തിന് തീരുമാനിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഭേദഗതി യാഥാർത്ഥ്യമായാൽ നടപ്പാകുക. ഉന്നത വിദ്യാകേന്ദ്രങ്ങളുടെ നിലവാരം പാലിക്കുക എന്നതാണ് UGCയുടെ അധികാര പരിധിയിൽ വരുന്നത്. സർവകലാശാലകൾ പ്രവർത്തിക്കുന്നതാകട്ടെ നിയമസഭ പാസാക്കിയ നിയമത്തിന് അനുസൃതമായും. VC നിയമനം, പ്രവർത്തന കാലാവധി ഇതെല്ലാം സംസ്ഥാന അധികാര പരിധിയിൽ വരുന്നതാണ്. സർവകലാശാലകൾ ഇന്ന് അഭിമാനകരമായ നിലയിൽ തലയുയർത്തി നിൽക്കുന്നത് സംസ്ഥാനങ്ങൾ വലിയ അളവിൽ വിഭവശേഷി വിനിയോഗിച്ചതിൻ്റെ ഫലമായാണ്. എന്നാൽ അതിരുകടന്ന അധികാരപ്രയോഗത്തിലൂടെ കേന്ദ്ര സർക്കാർ ഇവ പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്. ഫെഡറൽ തത്വങ്ങൾ നഗ്നമായി ലംഘിക്കുകയാണ് മോദിയും കൂട്ടരും. ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളെ ദുർബലപ്പെടുത്താനും മത സാമുദായിക പ്രത്യയശാസ്ത്ര പ്രചാരകരുടെ നിയന്ത്രണത്തിലാക്കാനുമുള്ള ഈ UGC കരട് ചട്ട ഭേദഗതി പാസാക്കാൻ അനുവദിക്കില്ലെന്ന് ദേശീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ്. ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളാകെ സ്വാഗതം ചെയ്യുന്നതാണ് ഈ പ്രഖ്യാപനവും കൺവെൻഷനും. കേന്ദ്രത്തിൻ്റെയും UGCയുടെയും തെറ്റായ നടപടികൾ തിരുത്തിക്കാൻ കേരളം നേതൃത്വം നൽകിയ ഈ കൺവെൻഷനിൽ തമിഴ്നാടും കർണാടകവും തെലങ്കാനയും അടക്കം അണിനിരന്നു എന്നത് വലിയ പ്രതീക്ഷയാണ്. ഇതര സംസ്ഥാന സർക്കാരുകളെ കൂടി പങ്കാളികളാക്കി ഈ സമര ഐക്യനിര വിപുലമാക്കാനാകണം. രാഷ്ട്രീയമായും നിയമപരമായുമുള്ള പ്രതിരോധവും വളർത്തിയെടുക്കണം. ഒപ്പം വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും തകർക്കുന്ന
ഈ വികല നയത്തിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്തി ക്യാമ്പസുകളിലും തെരുവുകളിലുമാകെ ശക്തമായ സമര പ്രതിരോധം സൃഷ്ടിച്ച് നയം മാറ്റത്തിന് നിർബന്ധിതമാക്കാനും സാധിക്കണം.